RCMന്റെ ഇൻട്രൊഡക്ഷനൊക്കെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു. എന്ന് മുതലാണ് ഇതിന് ലയബിലിറ്റി വരുന്നത്? നിയമത്തിൽ 2 സെക്ഷനും കൊടുത്തിട്ടുണ്ട്, സെക്ഷൻ 12ഉം 13ഉം. RCMന്റെ കേസിൽ 2 സെക്ഷനിലും സബ്സെക്ഷൻ 3ഉം 5ഉമാണ് RCMന് വേണ്ടിയിട്ടുള്ള സെക്ഷനുകൾ. ഗുഡ്സിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഇതിൻ്റെ ലയബിലിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കുന്നത്. ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അറിയണമെന്നുണ്ടെങ്കിൽ, ഗുഡ്സിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 12 സബ്സെക്ഷൻ 3 പറയുന്ന കാര്യം ആദ്യം ഗുഡ്സ് കിട്ടിയ ഡേറ്റ്, രണ്ടാമത്തത് ബാങ്കിൽ നിന്ന് എമൗണ്ട് ഡെബിറ്റായ ഡേറ്റ്, അതല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ചെയ്ത ഡേറ്റ്. എന്ന് വെച്ചാൽ പേയ്മെൻറ്റിനാണല്ലോ നമ്മൾ ആ സമയത്താണല്ലോ ശരിക്കും ഇത് എക്സ്പെൻസ് അല്ലേ നമുക്ക് RCM വരുമ്പോൾ, റെസിപ്പിയൻ്റ് അല്ലേ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് പേയ്മെൻറ്റ് ബാങ്കിൽ നിന്ന് ഡെബിറ്റായ ഡേറ്റ്, അതല്ലെങ്കിൽ നമ്മൾ എൻട്രി ചെയ്ത ഡേറ്റ്, അതിൽ രണ്ടിലും ആദ്യം നടക്കുന്ന പ്രക്രിയ. മൂന്നാമത്തത് ഇൻവോയ്സ് കിട്ടിക്കഴിഞ്ഞിട്ട് 30 ദിവസത്തിനുള്ളിൽ. ഈ 3 കണ്ടീഷൻസിൽ ആദ്യം നടക്കുന്ന കണ്ടീഷൻ എന്നാണോ അന്ന് മുതലാണ് ഇതിന് ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഈ 3 കണ്ടീഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊരു രീതിയിലൊന്നും നമുക്ക് ഇതിൻ്റെ ലയബിലിറ്റി എന്നാണോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് അല്ലേ, എങ്ങനെ വന്നാലും എൻട്രി ഇടാതിരിക്കുമോ? അപ്പോൾ ആ എൻട്രി ഇടുന്ന ഡേറ്റ് ആയിരിക്കും അതിന് ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നീട് സബ്സെക്ഷൻ 5 വേറൊരു കാര്യം പറയണം, അത് ഇത്രയും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇനിയും ബുക്സ് എങ്ങാനും കത്തിപ്പോയി, വല്ല വെള്ളപ്പൊക്കം വന്നതൊക്കെ പോയി, ഒന്നുമില്ല കയ്യിൽ, അപ്പോൾ അങ്ങനെ RCMന്റെ ലയബിലിറ്റി കണ്ടുപിടിക്കും? മേളിലുള്ള കാര്യങ്ങൾ അനുസരിച്ചിട്ടൊന്നും ഈ ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പീരിയോഡിക്കലി എന്നാണോ പേയ്മെൻറ്റ് വന്നിരിക്കുന്നത്, ആ പീരിയോഡിക്കലി ഇതിനുമുമ്പ് ഫയൽ ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് പേയ്മെൻറ്റ് RCM കണക്കാക്കണം. അതല്ലെങ്കിൽ എന്നാണോ ടാക്സ് പേ ചെയ്തിരിക്കുന്നത് ആ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ RCMന്റെ ലയബിലിറ്റി കണക്കാക്കണം എന്നാണ് നമ്മളുടെ ഗുഡ്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത സർവീസിൻ്റെ കാര്യമാണ്. നമ്മളുടെ ഇപ്പോൾ ഈ റെൻറ്റിൻ്റെ RCM വന്നപ്പോൾ ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മൾ ഗുഡ്സിൻ്റെ കാര്യത്തിൽ കണ്ട പോലെ തന്നെ 3 കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം. സെക്ഷൻ 13 സബ്സെക്ഷൻ 3 അത് പറയുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ എന്നാണോ ബാങ്കിൽ നിന്ന് പേയ്മെൻറ്റ് വയ്ക്കുന്ന ഡേറ്റ്, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ഇട്ടേക്കുന്ന ഡേറ്റ്, അതിലാദ്യം നടക്കുന്ന പ്രക്രിയ. രണ്ടാമത്തത് ഒരു ഇൻവോയ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഉദാഹരണം അഡ്വക്കേറ്റ് ഫീസ്, ഒരു ഇൻവോയ്സ് നമുക്ക് തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ 30 ദിവസം, നേരത്തെ അത് 60 ദിവസമായിരുന്നു. നമുക്കതിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ 8/10/2024 വന്നൊരു നോട്ടിഫിക്കേഷനാണ് 20/24 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നതോടുകൂടി സെക്ഷൻ 31(3)F അമെൻഡ് ചെയ്ത് അത് 30 ദിവസമായിട്ട് ചുരുക്കി. നമുക്കൊരു ഇൻവോയ്സ് കിട്ടിയിട്ട് ഉള്ള ഡേറ്റ് 30 ദിവസമാക്കി കുറച്ചു. അതിനുള്ളിൽ അതിൻ്റെ ടാക്സ് അടക്കണം. അത് സപ്ലയറുടെ കേസിലാണ്, സപ്ലയറുടെ ഇൻവോയ്സ് വെച്ചിട്ടാണ്. മൂന്നാമത്തെ കണ്ടീഷൻ ഒരു റെസിപ്പിയൻ്റ് എന്നാണോ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അന്നായിരിക്കും അതിൻ്റെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ റെൻറ്റിൻ്റെ ഇതിലാണ്, റെൻറ്റിൻ്റെ RCM ആണ്. റെൻറ്റിൻ്റെ RCMൽ അതിനകത്ത് പ്രത്യേക നോട്ടിഫിക്കേഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളതിന് ഇൻവോയ്സ് കീപ്പ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 3 കാര്യത്തിൽ ഏതാണോ ആദ്യം നടന്നിരിക്കുന്ന പ്രക്രിയ അതായിരിക്കും നമ്മളുടെ സർവീസിൻ്റെ RCM ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തത് പേയ്മെൻറ്റ് ബാങ്കിൽ നിന്ന് ഡെബിറ്റായ ഡേറ്റ്, അല്ലെങ്കിൽ നമ്മൾ അക്കൗണ്ട് ചെയ്ത ഡേറ്റ്. രണ്ടാമത്തത് സപ്ലയർ ഇൻവോയ്സ് തന്നിട്ട് 30 ദിവസത്തിനുള്ളിൽ. മൂന്നാമത്തത് റെസിപ്പിയൻ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്ന ഡേറ്റ്, ആ ഡേറ്റ് വിച്ച് എവർ ഈസ് എയർലിയർ. അതിനകത്ത് ആദ്യം നടക്കുന്ന പ്രക്രിയയാണ് നമ്മളുടെ ഈ പറയുന്ന റെൻറ്റ് സർവീസിന് വേണ്ടിയിട്ട് വരുന്നത്. ബാക്കി എല്ലാം ഏകദേശം നമ്മളുടെ ഗുഡ്സിന് ആയിട്ട് മുട്ടിയിരിക്കുന്നത്, അതിനനുസരിച്ച് ടാലി ആയിട്ട് പോകും. ഗുഡ്സ് അനുസരിച്ചിട്ടുള്ള അത് ഈ രീതിയിലൊന്നും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്നാണോ എൻട്രി ഇട്ടിരിക്കുന്നത്, എൻട്രി ഇടുമല്ലോ, അപ്പോൾ അത് എന്നാണോ എൻട്രി ഇട്ടിരിക്കുന്നത് ആ ഡേറ്റ് ആയിരിക്കും അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ വരുന്നത്. പിന്നെ സർവീസിലൊരു അഡീഷണൽ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റെസിപ്പിയൻ്റ് ആയിരിക്കണമല്ലോ, റെസിപ്പിയൻ്റ് അല്ലേ അത് ടാക്സ് അടക്കണ്ടേ. സപ്ലയർ ഔട്ട്സൈഡ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും? അതിന് സർവീസിൻ്റെ കേസിൽ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ അവർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, രണ്ടാമത്തെ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്.
അന്നായിരിക്കും അതിൻ്റെ ലയബിലിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഈ മേൽപ്പറഞ്ഞ രീതിയിലൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതിന് കലാമിറ്റീസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ രീതിയിലൊന്നും ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഡേറ്റ് ഓഫ് ലയബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പീരിയോഡിക്കലി എന്നാണോ അത് അടച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ട് തന്നെ നമ്മൾ കാണിക്കണം. ഇപ്പോൾ റെൻറ്റിൻ്റെ കേസിൽ 10-ാം തീയതിയാണ് റെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് കുറച്ചോ, നമുക്കറിയാം ഒക്ടോബർ 10-ാം തീയതിയാണ് റെൻറ്റിൻ്റെ RCM അന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് നോട്ടിഫിക്കേഷനിലുള്ളത്. ഇതുവരെയുള്ള എല്ലാ സമയത്തും 15-ാം തീയതി റെൻറ്റ് കൊടുത്തു, ഈ മാസം കൊണ്ടായിട്ട് 1-ാം തീയതി കൊടുത്തു കഴിഞ്ഞാൽ പീരിയോഡിക്കലി നമ്മൾ പേയ്മെൻറ്റ് എടുത്തിരിക്കുന്നതും കൂടി അത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതും സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. സബ്സെക്ഷൻ 5 പറഞ്ഞാൽ പീരിയോഡിക്കലി എന്നാണോ നിങ്ങൾ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നത് അതനുസരിച്ചിട്ട് ഡേറ്റ് ഓഫ് ലയബിലിറ്റി നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതല്ലെങ്കിൽ എന്നാണോ ടാക്സ് അടച്ചിരിക്കുന്നത് ആ ഡേറ്റ് അതായിരിക്കും അതിൻ്റെ ടാക്സ് ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ 2 സെക്ഷനിലും ഒരു 6ാമത്തെ സബ്സെക്ഷനും കൂടി ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, കറക്റ്റ് ടൈമിൽ അടച്ചില്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി അതെല്ലാം വരും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി കൺഫ്യൂഷൻസ് ഇവിടെ വന്നു. ഒക്ടോബർ മാസം എത്തിയപ്പോഴാണ് പലരും RCMൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. അത് റെൻറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴാണ്. റെൻറ്റിൻ്റെ ഡേറ്റ് ഇതുവരെയും പീരിയോഡിക്കലി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 16-ാം തീയതിയാണ്. ഒക്ടോബർ മാസത്തിൽ 10-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ഇട്ടേക്കുന്നത് ബാങ്ക് പേയ്മെൻ്റ് എല്ലാം നോക്കിയിട്ട് അത് ചെക്ക് ചെയ്യാൻ വഴിയുണ്ട്. അതുകൊണ്ട് ആ ഡേറ്റിൽ തന്നെ പോവാം. പിന്നെ അതിൻ്റെ ലയബിലിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലവർ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒക്ടോബർ മാസത്തെ റെൻറ്റ് അഡ്വാൻസ് ആയിട്ടാണ് കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത് സ്റ്റാർട്ടായിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ ആ മാസത്തെ റെൻറ്റ് കൊടുക്കുന്നത് പിന്നത്തെ മാസമാണെങ്കിൽ ആ മാസമേ വരുള്ളൂ. പക്ഷേ മാർച്ച് മാസത്തിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. പക്ഷെ 10-ാം തീയതിക്ക് ശേഷം നമ്മളൊരു റെൻറ്റിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ RCM ആ ഡേറ്റ് മുതൽ ബാധകമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു ഏരിയയാണിത്. ഇനി ആരും അതിൻ്റെ പുറകെ കൺഫ്യൂഷനായിട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്.